അപ്പോൾ പതിവ് പോലെ ഇന്ന് നമ്മൾ ഒരു തായ് റെസ്റ്റോറൻറ്റിൽ ഇന്ന് നല്ല മഴയൊക്കെയുള്ളൊരു ദിവസം. അപ്പോൾ ഒരു തായ് ഫുഡ് കഴിക്കാൻ തോന്നി, വന്നു. നേരെ ഫസ്റ്റ് നമ്മുടെ പ്രിഫറൻസ് തൊമ്യം, സീ ഫുഡിൽ തൊമ്യം പറഞ്ഞു. നേരെ വന്നു ബീഫ് നൂഡിൽസ് എന്ന് പറഞ്ഞു. നേരെ ഫ്രൈഡ് റൈസ്, ചിക്കനിലൊന്ന് ബീഫിലൊന്ന്. പിന്നെ ഇതാ വെള്ളം വന്നു. പിന്നെ എപ്പോഴും ഒരു ഗ്ലാസ്സിൽ ഐസ്, ഒരു സ്ട്രോയും വെള്ളം. അതുപോലെ തന്നെ ടേബിളിൽ വേണ്ട നല്ല സിപ്പൈസി, ഇവര് സിപ്പൈസി എന്ന് പറയും, സ്പൈസി, നല്ല സിപ്പൈസി ആയിട്ടുള്ള ചില്ലി ഫ്ലേക്സും മറ്റും. പിന്നെ ഇത് സ്വീറ്റ് ആൻഡ് സ്പൈസിയാണ് സാധനം. മുളകും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് മധുരമാണ്. പിന്നെ ഇതിൽ സോയാ സോസ് കൊണ്ടുണ്ടാകും, സോസ്, പഞ്ചസാര വരെ കിട്ടും. അപ്പം നമ്മൾ ഇന്ന് കഴിക്കാൻ പോണ ഭക്ഷണങ്ങളെ കാണിച്ചല്ലോ. നമ്മളെ നാട്ടിൽ ഇന്ത്യക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലേറ്റിൻ്റെ ഒരു ഫുൾ പോർഷൻ തന്നെ പറയാം. നമ്മൾ ചോറെടുക്കും, അതിൽ കുറച്ച് ഗ്രേവി, അതിൽ കുറച്ച് ചിക്കൻ, അല്ല എന്തായാലും അതിൻ്റെ സൈഡായിട്ട് വരുന്ന നമ്മൾ ഒരുപാട് കഴിക്കുന്നത് ചോറും ബാക്കി സംഗതികളൊക്കെ കുറച്ച് വേണം. എന്നാൽ ഇവരെ രീതി, അത് ഇവരെ ഭക്ഷണ രീതി, ഇവരെ കണ്ടാൽ നമുക്ക് ഇവരെ ശരീരഘടനയിൽ നിന്ന് മനസ്സിലാക്കാം. ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ 2 ഫ്രൈഡ് റൈസ്, ആ 2 പേരേ ഉള്ളൂ, 2 പേർക്ക് 2 ഫ്രൈഡ് റൈസും ബീഫിൻ്റെ നൂഡിൽസും ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരാൾക്ക് എടുക്കുന്ന മീലിൻ്റെ അത്ര വരില്ല ഈ ഇത്ര ഐറ്റംസ്. അത് മാത്രമല്ല, ഇത് എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെ നല്ലോണം വെർബ്സ് യൂസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ നല്ല സാലഡ്, വെജിറ്റബിളൊക്കെ നല്ലോണം ഇൻക്ലൂഡ് ചെയ്തിട്ട് മിനിമൈസ് ചെയ്തിട്ടാണ് കഴിക്കുക. അപ്പോൾ ഉള്ള സുഖം എന്ന് പറഞ്ഞാൽ ഇവരെ ശരീരം ഒരാൾക്ക് നമ്മൾ ഓർഡർ ചെയ്ത് ഫസ്റ്റ് വന്നത് തൊമ്യം വന്നു. തൊമ്യമിലേക്കൊന്നും അല്ല, ബീഫ് നൂഡിൽസ് ആണ്. സോറി, തൊമ്യം അല്ല, ബീഫ് നൂഡിൽസ്. അതായത് ബീഫിൻ്റെ ക്യൂബ്സിലുണ്ട്, നൂഡിൽസ് ഇട്ടുണ്ട്, അതേപോലെ വെജിറ്റബിൾസ് ഉണ്ട്. ഇത് നല്ല ഇതാട്ടോ. ഈ നൂഡിൽസ്, ഈ ബീഫ് നൂഡിൽസ് ഇതിലേക്കൊന്ന് നോക്കി ഓർഡർ ചെയ്തപ്പോൾ ഒരു ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അതിൽ ആഡ് ചെയ്യേണ്ടത് നൂഡിൽസ്? അതായത് ബീഫിൻ്റെ കൂടെ ഏത് നൂഡിൽസ്, ഇത്രയും വെറൈറ്റീസ് ഓഫ് നൂഡിൽസ് ഇതിലുണ്ട്. നമുക്ക് ഇഷ്ടാനുസരണം ഏത് വേണമെങ്കിലും പറയാം. അതവർ ഇതിൽ ആഡ് ചെയ്ത് തരും. നമ്മളിതാ ഇതായിരുന്നു ആഡ് ചെയ്ത്. അപ്പോൾ അതിതാ കിട്ടി, സോസ്, ചോപ്സ്റ്റിക് എല്ലാം കിട്ടി. വില ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ 60 ബാഗ്, നാട്ടിലെ 150 രൂപ. അത്യാവശ്യം വലിയൊരു ബൗള് ക്വാണ്ടിറ്റി ഉണ്ട് സാധനം. അപ്പോൾ ബീഫ് നൂഡിൽസ് കുറച്ച് കിട്ടോ. ആദ്യം ഒരു ബീഫിൻ്റെ പീസ് എടുത്ത് സാറേ, സൂപ്പറൊക്കെ സൂപ്പർ. അതാണ് അതിൻ്റെ ഗുണം. നമ്മുടെ നാട്ടില് ഒരു സാധനം ഇടില്ല, പക്ഷേ അതുപോലെ എല്ലാ ഐറ്റംസും വന്നിട്ടോ. ബീഫ് ഫ്രൈഡ് റൈസ് ഒരു ചെറിയ പോർഷൻ എടുത്തു ടെസ്റ്റ് ചെയ്തേ. നല്ല ചൂടാ, നമ്മൾ സംസാരിക്കാൻ അറിയാം. ഇതിൻ്റെ കൂടെ ഈ സാധനം സ്വീറ്റ് ആൻഡ് സ്പൈസികൾ ഞാൻ കാണിച്ചില്ല നേരത്തെ, ആ സാധനം തന്നെയാണ് നമുക്ക്. ബീഫിൻ്റെ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ശ്രദ്ധിച്ചോ. ഒരു മിനിമം ഒരാളെ വയറ് നിറയാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി ബീഫ് കൊള്ളാം. ഇതവിടെ മെറ്റിട്ട് മെല്ലെ ചിക്കന് പീസ് ഉണ്ടാവും. അടിപൊളി അടിപൊളി. ഒരു സോസ് ഒന്നും ഞാൻ ചേർക്കാതെ ഇതിന്റെ റിയൽ ടേസ്റ്റ് മടി കഴിക്കണം. ബീഫിനോട് എനിക്ക് ചിക്കൻ ആണ്, രണ്ടും പെർഫെക്റ്റ് സാധനം. നാട്ടിലൊക്കെ നമ്മൾ പരിചിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത്. തട്ടുകടകളിലൊക്കെ ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ സാധനം ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അടിപൊളി ടേസ്റ്റുകൾ. അത് നമ്മുടെ തൊമ്യം കൂടി വരാണ്ട് അത് വന്നിട്ട് ഏറ്റവും ഫേവറേറ്റ് സാധനം. കഴിഞ്ഞ ദിവസം ഞാൻ തൊമ്യം സൂപ്പ് കുടിക്കുന്നതിൻ്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഷോർട്സാണ് ചെയ്തത്.
പക്ഷേ അന്ന് എനിക്കൊരാൾ കമന്റും ചെയ്തിരുന്നു, ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. ഇന്നത്തെ കണ്ടോ, ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അന്നത്തെ നമ്മൾ ചിക്കൻ ആയിരുന്നു, ഇന്ന് സീ ഫുഡാണ്. പ്രോൺസ് ഉണ്ട്, കൂന്തലുണ്ട്, പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഏതായാലും കുറച്ച് സൂപ്പ് മാത്രം എടുക്കട്ടെ. കണ്ടിട്ട് ഭയങ്കര കളർഫുള്ളാണ്. എങ്ങനെയുണ്ട് നോക്കട്ടെ. കഴിഞ്ഞ ദിവസത്തെ സ്പെർമിയം ഇതും ടോട്ടലി ഡിഫറെൻറ്റ്. നമ്മുടെ ചിക്കൻ്റെ കഴിച്ച പക്ഷേ അത് ഒരു ഭയങ്കര മാറ്റം. നല്ല ലൈമോൺ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്ലേവറുണ്ട്. എന്തോ ഒരു സാധനമാണ്. ടേസ്റ്റ് എന്താണെന്നറിയില്ല. ഒരു പ്രോൺസ് ടേസ്റ്റ് ആണോ. അതിന്റെ പകുതി ഇതാണ് പോക്ക. ഒരു നാരങ്ങന്റെ ഇല അതിന് നല്ല ഫ്ലേവറിൽ നല്ല ടേസ്റ്റ്. ഞാനേ സംസാരിക്കാൻ മറന്നു. ഇതിന്റെ ഇതുകൊണ്ട് രുചിയുണ്ട്. ഇത് ഇങ്ങനെ കുടിക്കാം. നല്ലൊരു പൊടി രസം, അടിപൊളി സാധനം. അപ്പം ആരും ഇത് കിട്ടിയാൽ മിസ് ചെയ്യണ്ട. ചാൻസ് കിട്ടിയാൽ ട്രൈ ചെയ്തോളൂ. മസ്റ്റ് ട്രൈ വെച്ചാൽ മസ്റ്റ് ട്രൈ. അടിപൊളി സാധനം, സൂപ്പർ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് കാണാം. ബൈ. ഫിനിഷ് ചെയ്യണം, ഇനി അടുത്ത് ഓർഡർ ചെയ്യണം. 10 മിനിറ്റിൻ്റെ കഠിന പ്രയത്നത്തിന് ശേഷം ചോപ്സ്റ്റിക് മതി ഇതെടുത്ത ഒന്ന് ട്രൈ ചെയ്തോട്ടെ. ഇത് വല്ലാതെ സാധനം കേട്ടോ. ഇത് ഉപയോഗിക്കാൻ പഠിക്കാന്നാല് അപ്പൊ സഹായത്തമാക്കി ഞാനും ചോപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് ബീഫ് പീസ് എടുക്കാൻ. പക്ഷേ ഇവർ കളിക്കുന്ന അഭ്യാസമൊന്നും കളിക്കാൻ നമുക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ മെല്ലെ കൈകാര്യം ചെയ്യുന്നതാ. ഇങ്ങനെ എടുക്കുക. പക്ഷേ എല്ലാ കളത്തിനും ഈ നൂഡിൽസൊക്കെ ഇങ്ങനെ ചുറ്റുന്നതാക്കണം, കഴിക്കണം. ചോപ്സ്റ്റിക് വളരെ അനായാസം കൈകാര്യം ചെയ്യും. പക്ഷേ എനിക്ക് നടക്കണ്ട. എനിക്ക് ഇങ്ങനെ ഒരു വേറെ രീതിയായിരിക്കും. ഇത് ഒപ്പിക്കും ഞാൻ ഇങ്ങനെ എടുത്ത്. പക്ഷേ ഇതിങ്ങനെ കട്ട് ചെയ്യാനും പിടിക്കാനും ഒന്നും അറിയില്ല. ഇതൊന്നതാണ്. പോകെ സ്ഥിരമായി വരും. ഇത് സുഹൃത്ത് സുഖം ഇത് കൈകാര്യം ചെയ്യുന്ന രീതി. സുഖ കോരിയെടുക്കുന്നു, സ്പൂണോട് ചുറ്റി. അതാ പോണ വൈകൊക്കെ മാലയിട്ടാ പോണേ. നമ്മക്ക് ഇതിൽ കൈയിട്ട് വാരിക്കുന്നില്ലേ, നടപടിയാ. ഏതായാലും നല്ല രുചിയുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. ഫുൾ എല്ലാം കാലി. എന്താ ടേസ്റ്റ്, അടിപൊളി സാധനം. ഒക്കെ പൊട്ടിൻഷാടി. അപ്പോൾ ഭക്ഷണ വിശേഷങ്ങളും കാണാൻ കാഴ്ചകളുമായി വെച്ച് വീഡിയോ കാണാം. താങ്ക് യു.